وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുനിരായ പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, സദസ്സിലുള്ള പ്രവർത്തകരെ, സഹോദരങ്ങളെ, വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അർഹമുറഹീമായ റബ്ബ് നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി തരുമാറാകട്ടെ. കേരളത്തിലെ ആധികാരിക മതസംഘടനയായ സമസ്തയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നങ്ങ് തുടങ്ങി ആ റോഡ് വരെയുള്ള പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഒരു സമ്മേളനം പെരിന്തൽമണ്ണയിലും ഇതേ സമയത്ത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരള ജനത, പൊതുസമൂഹം മുഴുവൻ സമസ്തയുടെ പിന്നിലാണ് എന്നതിന് ഇതിലപ്പുറം വേറെ തെളിവിന്റെ ആവശ്യമില്ല. സഹോദരങ്ങളെ, സത്യത്തിന്റെ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണെന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. ഹക്ക് ഇവിടെ നിലനിൽക്കുമ്പോൾ എക്കാലവും ഹക്കിന് റിബലായിക്കൊണ്ട് ബാത്തിലിന്റെ പ്രസ്ഥാനവും വരാറുണ്ട്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടത്തേക്ക് റിബലായി ഫിർഔൻ വന്നിട്ടുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിബലായി മറ്റൊരു പ്രവാചകൻ തന്നെയാണ്, കള്ളപ്രവാചകനാണ് വന്നിരിക്കുന്നത്, മുസൈലിമത്തുൽ കദ്ദാബ്. അവനും ഉപയോഗിച്ച പേര് റസൂലുള്ളാഹി എന്ന് തന്നെയാണ്. ഹക്കിന്റെ ആളുകളുടെ അതേ പേര് ഉപയോഗിക്കുക എന്നത് ബാത്തിൽ ചെലവഴിക്കപ്പെടാനുള്ള ഒരു മാർഗമായി, കുതന്ത്രമായി അവർ കാണുന്നതാണ്. സഹോദരങ്ങളെ, ആ നിലക്ക് നോക്കുമ്പോൾ സമസ്തയുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ആവശ്യത്തിന് ഒരു വ്യാജ സംഘടന ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു ഹക്കിനെ വിജയിപ്പിച്ച് തിരുമാറാകട്ടെ. ഇന്ന് ചരിത്രം ആകെ മാറിയിരിക്കുകയാണ്. വിഷയങ്ങളിലേക്ക് വരാം അനുവദിക്കപ്പെട്ട ടൈമിന്റെ ഉള്ളിൽ. ചരിത്രം അങ്ങനെ വ്യാജമായി സംഘടിച്ച ആളുകൾ ഇന്ന് അവർ ഇൻഫൈറ്റ് കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ അഭിപ്രായ ഭിന്നത, ഒതുക്കാൻ കഴിയാത്ത, മസ്ലഹത്താക്കാൻ പറ്റാത്ത അഭിപ്രായ ഭിന്നതയിൽ അവര് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ പരാമർശിക്കപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ശൈലി ഒന്ന് വേറെയാണ്. അദ്ദേഹത്തിന് ഒരു പുതിയ രീതിശാസ്ത്രമാണുള്ളത്. ഒരാളെയും അദ്ദേഹം ഉയരാൻ വിടുകയില്ല. എത്രയോ സംഭവങ്ങൾ എനിക്കറിയാം. കാരണം കുരുവട്ടൂരിൽ ഒരു ഹാഫിള്, ഹക്കീം അസരിയെ പോലെയുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന്, അങ്ങനെ അദ്ദേഹത്തെ ഉയർത്തി അദ്ദേഹത്തിന് നല്ല ഒരു ആൾക്കൂട്ടമുണ്ടായ സമയത്ത് ഇദ്ദേഹം അങ്ങനെ വളർന്ന് വലുതാകുമോ എന്നുള്ള ഒരു ഭയമുണ്ടായപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, അദ്ദേഹം പിഴച്ച ആളാണ്. അദ്ദേഹം മാത്രമാണത് പറഞ്ഞത്.
പഴച്ച ആളാണ് എന്ന് പറഞ്ഞപ്പോ പ്രവർത്തകരിളകി. പലയിടത്തും പ്രശ്നമുണ്ടായി. ഇക്കഴിഞ്ഞ ദിവസം കന്മനം കുറുങ്കാട്ടിലെ ഫിർദൌസ് ദഅ്വാ കോളേജ് സ്ഥാപനത്തിൽ പൊന്മലയുടെ അരുമ ശിഷ്യൻ അലവി സഖാഫി ക്ലാസ് എടുത്തപ്പോ ആ സ്ഥാപനത്തിന്റെ മാനേജറായ സഹോദരൻ, പേര് പറയുന്നില്ല, അദ്ദേഹം ഇതേ ഹാഫിളിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പഴച്ച ആളാണ് എന്ന് പറഞ്ഞതും ഉടൻ ആഞ്ഞൊരു ചവിട്ട് കൊടുത്ത് അലവി സഖാഫിയെ മറിച്ചിടുകയാണ് ഉണ്ടായത്. സ്റ്റേജിലുള്ള ആളാണ് ഈ മറിച്ചിടുന്നത്. അപ്പൊ ഉടൻ പ്രവർത്തകരിളകി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അങ്ങോട്ട് പറയും, ഒരൊറ്റ പറച്ചില. പ്രവർത്തകരിളകിയാൽ പിന്നെ മൂപ്പരെന്താ പറയല് അറിയോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്താൽ അത് പിന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ. മൂപ്പരങ്ങ് പറയും, പ്രശ്നമാകുമ്പോ സമസ്തന്റെ വേത്ത് കണ്ടിട്ടു. പക്ഷേ സമസ്തയിലുള്ള മുഷാവറ ആളുകളോട് ചോദിക്കുമ്പോ ഞങ്ങളറിയില്ല അങ്ങനെ ഒരു തീരുമാനം എന്നവർ പറയാണ്. ഇത് ഒരു ഹാഫിളിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതേ വിഷയം തന്നെയായിരുന്നു കേരളത്തിൽ അറിയപ്പെട്ട പട്ടിക്കാട് അബ്ദുള്ള ഹാജി എന്നവരെ കുറിച്ചും ഉണ്ടായത്. ഇതേപോലെ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ് അത് പഴച്ച ആളാണെന്ന് പറഞ്ഞു. ഉടൻ പ്രശ്നമായി. ഒരുപാട് ആളുകൾ, അദ്ദേഹത്തെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ആളുകൾ സമസ്തയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ്, സമസ്ത ഒരു തീരുമാനം എടുത്തതല്ലേ, സമസ്ത തീരുമാനിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടൂല. അപ്പോഴും സമസ്തന്റെ മേത്തേക്ക്. ഏതാ പോലെ ഈ സമസ്ത എന്ന് പറയുന്നത്? അത് 989 കണ്ണിയത്ത് ഉസ്താദിനും ഇ കെ ഉസ്താദിനെയും പുറത്താക്കിയിട്ട് പുനഃസംഘടിപ്പിച്ചു എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ പുതിയ ഒരു രീതിശാസ്ത്രമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഒരു അപ്രമാദിത്വം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത്. അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്ത് കൂടാൻ പറ്റാത്ത ഒരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത്. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അറിയോ? ഇതുപോലെ ഓരോ പുസ്തകം എഴുതി, പഠനങ്ങൾ, പ്രബന്ധങ്ങൾ. ഇന്ന് മാർക്കറ്റിൽ പോയി മഷീട്ട് തെരഞ്ഞാലും ഇത് കിട്ടൂല. അത്രക്കത് ഒബ്സിലീറ്റായി പോയി, കാലഹരണപ്പെട്ടുപോയി. അങ്ങനെ ഇതുപോലുള്ള പുസ്തകം ഇറക്കുമ്പോ ഇദ്ദേഹം എന്താ ചെയ്യാന്നറിയോ? ഒരുപാട് കിതാബുകളിൽ നിന്നിങ്ങോട്ട് കൊണ്ടുവരും. ആ കിതാബിന്റെ പേര് സാധാരണക്കാരായ അധിക പണ്ഡിതന്മാരും ചിലപ്പം കേട്ടിട്ട് തന്നെ ഉണ്ടാവൂല. പക്ഷെ അതിലും തന്നെ വേറൊരു രസമുണ്ട്. അതെന്താ അറിയോ? ഇതിൽ തന്നെ ഒരു പേജില് നക്കല് കൊടുക്കുന്നു. റാസി 10,230. കുറച്ചപ്പുറത്ത് അതിന്റെ താഴെ തന്നെ തഫ്സീറുൽ കബീർ 10,231. അതിന്റെ അപ്പുറത്ത് മഫാത്തിഹുൽ ഗൈബ് 10,232. ഇത് മൂന്നൊരു കിതാബാണ്. പേരിങ്ങനെ മാറ്റുക. തഫ്സീറുൽ കബീർ, മഫാത്തിഹുൽ ഗൈബ്, റാസി. ഇത് മൂന്നൊരു കിതാബാ. ഇത് മൂന്നും ഒരു പേജിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നു. ഇത് വേറെയുണ്ട്, ഒരുപാടുണ്ട്. തബരി 10,230, ഇബ്നു ജരീർ 10,232, ജാമിഉൽ ബയാൻ 10,230. ഇത് മൂന്നൊരു കിതാബാ. ഇങ്ങനെയാണെങ്കിൽ ആർക്കാ ഉണ്ടാക്കാൻ പറ്റാത്ത? നമുക്കൊക്കെ ഉണ്ടായിക്കൂടെ? ഫത്ഹുൽ മുഈൻ, ഷറഹ് ഖുറത്തുൽ ഐൻ, മത്ന് ഇയാനത്തു ത്വാലിബീൻ. ഇങ്ങനെ ആർക്കാ ഉണ്ടാക്കാൻ പറ്റാത്ത? ഈ രൂപത്തിൽ ആളെ പറ്റിക്കാം. ഇത് ഈ പുസ്തകത്തിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ പേജിലാണ് ഈ ചെയ്തത് മുഴുവൻ. സാധാരണക്കാരെ ആളുകൾ ഇത് വായിക്കുമ്പോ ജാമിഉൽ ബയാനോ, സുബ്ഹാന ജല്ല ജലാലു, അതേതാ കിതാബ്? അതാണ് തഫ്സീർ തബരി. മഫാത്തിഹുൽ ഗൈബോ, ഏതാ ഈ മഫാത്തിഹുൽ ഗൈബ്? അത് റാസി. അതിന്റെ അപ്പുറോ റാസി വേറെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ഒപ്പിക്കൽസ് നടത്തിയപ്പോ പലരും വിചാരിച്ചു, സുബ്ഹാന ജല്ല ജലാലു, എന്തൊക്കെ കിതാബുകളാണ് പറയപ്പെടുന്നത്. ആ രൂപത്തിൽ ഒരു അപ്രമാദിത്വം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് ചോദ്യം ചെയ്തു കൂടാത്തൊരവസ്ഥ. പക്ഷെ അത് പൊളിഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇതിൽ തന്നെ ഞങ്ങൾ നോക്കി ഒരു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉമിർതു അൻ ഉഖാതിലൻ നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വയുഖീമു സ്വലാത്ത വയുഅ്തു സകാത്ത
എന്താ പറയുന്നത് ഹദീസ്? ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചു. ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഉറപ്പിക്കുന്നത് വരെ യുദ്ധം ചെയ്യും. വ യുഖീമുസ്സലാ വ യൂത്തുസ്സക്കാ, സക്കാത്ത് കൊടുക്കുന്നത് വരെ, നിസ്കാരം നിലനിർത്തുന്നത് വരെ യുദ്ധം ചെയ്യും. ഫൈദാ ഫഅലു മിന്നി, അത് ചെയ്തു കഴിഞ്ഞാൽ അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവരവരുടെ സമ്പത്തും അവരവരുടെ ശരീരവും അവര് കാത്തു സൂക്ഷിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതുന്നത്, ഇത് ഇന്ന് വരെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് പറയാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നത് വരെ അവരോട് സമരം ചെയ്യാൻ എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ, ഹദീസിലുള്ളത് ഉമിർതു അൻ നുഖാത്തിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, എന്നിട്ട് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നത് വരെ സമരം ചെയ്യാൻ ആജ്ഞാപിക്കപ്പെട്ടു. എന്നിട്ട് പറയുന്നു, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലാക്കണം, അല്ലാതെ എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിങ്ങളാകാൻ വേണ്ടി സമരം നടത്താൻ, എല്ലാ അമുസ്ലിമീങ്ങളും മുസ്ലിമാകാൻ വേണ്ടി സമരം നടത്താൻ എന്നോട് ആജ്ഞയുണ്ടെന്നല്ല. പച്ച നുണയാണ് അദ്ദേഹം എഴുതുന്നത്. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ, ഒരു വ്യവസ്ഥാപിതമായ അമീറുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജിഹാദ് നടത്തുക തന്നെ ചെയ്യും. ബദ്ധവൈരികളോട് യുദ്ധം ചെയ്യാൻ എല്ലാ ഹദീസിലുള്ളത് ഉമിർതു അൻ നുഖാത്തിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, എങ്കിൽ പിന്നെ ദീനിൽ ബലാത്കാരമില്ലെന്ന സൂറത്തുൽ ബഖറയിലെ സൂക്തത്തിന് എതിരാകും. അതിന് ഉസ്താദെ, ആ ആയത്ത് മൻസൂഖാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്തിനോട് എതിരാവൂല, അത് മൻസൂഖ. ജലാലൈനിലില്ലേ, റാസിയിലില്ലേ, ബൈലാവിയിലില്ലേ, വഹാദാ മൻസൂഖും ബി ആയത്തിൽ ഖിതാൽ വഹാദാ മൻസൂഖും ബി ആയത്തി സൈഫ്. ഇത് മൻസൂഖാണ്, ദീനിൽ ബലാത്കാരമില്ല എന്നത്. നിങ്ങൾ എന്താണ് ആളെ പറ്റിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോടാണോ നിങ്ങൾ ഈ കളിക്കുന്നത്? ലാ ഇക്റാഹ ഫിദ്ദീനോട് എതിരാകുന്ന ഒരു പ്രശ്നമില്ല. ആ ഹദീസ് മൻസൂഖ, ആ ആയത്ത് മൻസൂഖ. ദീനിൽ ബലാത്കാരമില്ല എന്നത് മൻസൂഖാണ്. അപ്പോ ഇസ്ലാമിന്റെ ബദ്ധവൈരികളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ, വ്യവസ്ഥാപിതമായ അമീറുണ്ടെങ്കിൽ കേറി യുദ്ധം ചെയ്യും ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി. ഇതേ ഹദീസ് ഉമിർതു അൻ നുഖാത്തിലൻ നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഹദീസ് എടുത്ത് ബാബുൽ ഖിതാലി ലിമൻ മനഅ സക്കാ, സക്കാത്ത് കൊടുക്കാത്തവരോട് യുദ്ധം ചെയ്യുമെന്ന് സഹീഹ് മുസ്ലിമിലില്ലേ? ഹർബിയായ കാഫിർ സക്കാത്ത് കൊടുക്കാത്തതിന് യുദ്ധം ചെയ്യുന്ന അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞതാ. നിങ്ങൾ ഈ സ്വീകരിക്കുന്ന രീതിശാസ്ത്രം ഇത് ഇസ്ലാമിന്റെ അഖീദയാണ്. ഇതാണോ പേസതാന്നുള്ളതിന് തെളിവ്? അത് ശരി. അപ്പൊ മൊയ്സുന്ന കുട്ടികള് തീവണ്ടി കയറിയാൽ ടിക്കറ്റ് ചോദിച്ചാൽ കൊടുക്കുന്നില്ല, കാരണം അയാൾ കളത്തൊരീക്കത്തേരനാണ് എന്നാ പറയുന്നത്. അപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരാളെ പഴപ്പിക്കാൻ വേണ്ടി ഒരു മാനദണ്ഡം, ഒരു മദാർ നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ പറയുന്നു. അതേസമയത്ത് നിങ്ങൾ തന്നെ ഇതിൽ മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞതാ. പ്രമുഖ പണ്ഡിതനായ
ഷെയ്ഖ് അബ്ദുറഹ്മാനുൽ അൽ ജസീരി റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ ഇതേ ബുക്കിൽ പറയുന്നുണ്ട്. കടുത്ത വഹാബിയാണത്. ഡോക്ടർ അബ്ദുറഹ്മാനുൽ ജസീരി അൽ ഫിഖ്ഹു അലൽ മദാഹിബുൽ അർബഅന്റെ രചയിതാവ്. അദ്ദേഹത്തെ ഷെയ്ഖാക്കി തെർലിയത്തും ചൊല്ലിയിട്ട് അങ്ങക്ക് കൊണ്ടുവരുന്നു. അത് ശരി, നിങ്ങൾ വഹാബികളെ ഷെയ്ഖാക്കാൻ തുടങ്ങിയപ്പോ എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ചോദിക്കല്? തെർബിയത്തിന്റെ ഷെയ്ഖ, തബറുക്കിന്റെ സുന്നികളുമായിട്ടുള്ള ഉളുഹിയത്ത് ഒരിക്കലും സഹീഹല്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ചോദിക്കട്ടെ, നിങ്ങളെ മജീദ് കക്കാടില്ലേ സ്റ്റേറ്റ് ലീഡർ, ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം അറുത്ത ഉളുഹിയത്ത് പോത്തിനെ അറുത്തിട്ട് അതിൽ സഹകരിച്ചില്ലേ നിങ്ങളെ മജീദ് കക്കാട്? നിഷേധിക്കാൻ കഴിയോ? തെളിവ് ഞാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ ഫത്വ ഒന്നും ബാധകമല്ല. മുബ്തദീന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കൽ സാധാരണക്കാർക്ക് കറാത്ത്, പണ്ഡിതന്മാർക്ക് ഹറാമെന്ന് ഇന്ന് വരെ ഒരൊറ്റ ഉലമാവും പറയാത്ത ഇദ്ദേഹം കൊണ്ടുവന്ന് അതിനുവേണ്ടി അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് നടുമുറിച്ചാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നിട്ടോ ഇവിടെ കാദിയാനിയായ ബാപ്പുട്ടി മരിച്ചപ്പോ ഇമാമ് നിന്നത് എൻ അലി അബ്ദുള്ള, SYS സ്റ്റേറ്റ് ലീഡർ. ഇതൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവങ്ങളാണ്. നിഷേധിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യാണ്. നിങ്ങൾ ഒന്ന് ഇറക്കുക, നിങ്ങൾ അതിനെതിര് ചെയ്യാം. കഴിഞ്ഞ ദിവസം അലവി സഖാഫിയെ ചവിട്ടിയതാരാ? അത് അതിന്റെ മാനേജർ. എന്താ മാനേജറിനുള്ള പ്രശ്നം? 4 വർഷം മുമ്പ് ഒരു യത്തീം കുട്ടിക്ക് വേണ്ടി 1 ലക്ഷം റുപ്യ പാസാക്കി, പിരിച്ചെടുത്ത്. അത് കൊടുത്തില്ല. അത് കൊടുക്കാത്തത് ചോദ്യം ചെയ്ത് സുബ്ഹാന ജല്ല ജലാലോ ചവിട്ടീന്റെ പിറ്റേന്ന് പോയി അത് കൊടുത്ത്. ചവിട്ടീന്റെ പിറ്റേന്ന്. ഇതെങ്ങനെ നിങ്ങൾ അറിയണേ? അതല്ലേ രസം. അതിന് നമുക്ക് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകൾ. ഇന്ന വിഷയമുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് പ്രസംഗിക്കേണ്ട മാറ്റർ പറഞ്ഞെന്നതാണ് അദ്ദേഹം. ഇനി വിഷയങ്ങളൊക്കെ നിങ്ങൾ പറയണം എന്ന്. അപ്പോ സംഭവം അങ്ങനൊക്കെ ആയിട്ടുണ്ട്. ഒറ്റപ്പെടുന്നതിന്റെ മുമ്പ് രക്ഷപ്പെടണം എന്നാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. കാരണം കളവിന് പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഇന്ന് സോഷ്യൽ മീഡിയയുള്ള കാലാണ്. അത് തന്നെയാണ് ഈ രൂപത്തിൽ നിങ്ങൾ ആക്കിയതും. കാരണം എന്താ? ഞാൻ ആ ഫുലാൻ അറിയില്ല, ഞാനും ആ ഫുലാനും ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോഴേക്ക് ആ ഫുലാനും ഈ ഫുലാനും കാറിന്ന് ഇറങ്ങണതാണ് കാണും. എന്താ ചെയ്യാ? ഈ 2 ഫുലാനും, കായിലായ ഫുലാനും മക്കൂലായ ഫുലാനും കാറിന്ന് ഇറങ്ങണാണ് കാണും. ഒന്നും ചെയ്യാൻ പറ്റൂല. കളവൊക്കെ പറയണ കാലം അസ്തമിച്ചു പോയി. അപ്പൊ കളവിന് പിടിച്ചിക്കാൻ പറ്റൂല. ജനങ്ങൾ ബോധമുള്ളവരാണ്. കിതാബ് ഓതിയിട്ടില്ല എന്ന് വിചാരിച്ച്, കുല്ലു ഇൻസാനിൻ ഹയവാൻ എന്ന് പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് എല്ലാരും പൊട്ടന്മാരായിട്ട് കാണരുത്. ജനങ്ങൾ അന്തള്ളവരാണ്. എല്ലാരും SSFന്റെ കുട്ടികളല്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലായിട്ട് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പണ്ഡിതന്മാരിവിടെ പ്രസംഗിക്കാനുണ്ട്. എത്ര ആൾക്കാർ അവിടെ വന്നിക്കണ്. കോഴിക്കോട് ഒരു പരിപാടിയില്ല ഞാൻ ആദ്യമായിട്ട് വന്നത്. അന്ന് കണ്ടോരല്ല ഇന്നിവിടെ ഇരിക്കുന്ന പലരും. ഇന്ന് കുറെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത യോഗത്തിലോ ഇങ്ങനെയാണെങ്കിൽ സ്റ്റേജ് സദസ്സാവുന്ന അവസ്ഥ ഇപ്പൊ ഉണ്ടാവുക. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വരുന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹിദായത്ത് നിലനിർത്തി തെരുമാറാകട്ടെ. ആ 9-ാം തീയതി മുതൽ ഞാൻ നമ്പർ മാറ്റിക്കുകയാണ്. കാരണം എന്നെ ഉസ്താദേന്ന് വിളിച്ച ആൾക്കാര് പിന്നെ എടാന്ന് വിളിക്കാൻ തുടങ്ങി. അത് കൂട്ടി വായിച്ചാൽ എടാ ഉസ്താദേന്നായി. അപ്പോ ആ ഒരു അവസ്ഥയിൽ തിരിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്പർ മാറ്റിയിരിക്കുകയാണ്.
ഏതായാലും നിങ്ങൾ എന്തിനാ അത്ര പ്രതിസന്ധിയിലാവുന്നത്? ഒരാളിങ്ങോട്ട് പോരുമ്പോഴേക്ക് ഇത്ര വിഷമിക്കണോ നിങ്ങള്? അത് നിങ്ങളെ കൂട്ടത്തിലുള്ള പേടുകളല്ലേ പോരുന്നത്? പേടുകളല്ലേ പോരുന്നത്? എന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാവുന്നത്? ഇനിയും ഒരുപാട് പേടുകളുണ്ട്. അടുത്ത യോഗം കഴിഞ്ഞാൽ അവരെ പ്രഖ്യാപിക്കും ഇൻഷാ അല്ലാഹ്. ഓരോ യോഗത്തിലും കുറെ പേടുകൾ പോരും. ആരാ പേട് ഇപ്പൊ പറയില്ല. അത് ജയിച്ചാൽ ആരെ പാർട്ടിയാന്ന് പറയുമ്പോൾ നമ്മൾ പറയും. അതുപോലെയുള്ളൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാകട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ ഖാലിക്കായ അല്ലാമുൽ ഗയൂബായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും നീ സ്വലാഹിന്റെ ആളുകളിൽ പെടുത്തണേ അല്ലാ. ഹിദായത്ത് നീ നിലനിർത്തി തരണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളെ പണ്ഡിതന്മാര്, സാദാത്യങ്ങൾ, ആരിഫീങ്ങൾ, ഉസ്താദുമാര്, അവരെല്ലാവരോടൊപ്പം ഞങ്ങളെയും നീ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കാരന്തൂർ മർക്കസിലെ അധ്യാപകനായിരുന്ന അബ്ദുൽ ഹമീദ് സഖാഫി മുക്കം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അല്പസമയം അതിനായി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് യാ ഐൻ സാദ് حاميم عين سين قاف. قال النبي صلى الله عليه وسلم صنفان من أمتي إذا صلها صلح الناس كلهم وإذا فسدا فسد الناس كلهم العلماء والأمراء. وقال النبي صلى الله عليه وسلم إذا كان علماؤكم شراركم وأمراؤكم بخلاؤكم فبطن الأرض خير من ظهرها. قال رسول الله. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതവരണ്യരെ, ഈ മജ്ലിസിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശധീരരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു ഹക്കിന്റെ കൊടിയെ, സത്യത്തിന്റെ പതാകയെ വഹിക്കുന്നവരെയും ആ പതാകയെയും ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തിലാക്കി അതിന്റെ വാഹകരായ നമ്മളെയും അല്ലാഹു ഇസ്സത്തിലും ഇഫ്ഫത്തിലും നിലനിർത്തി തെരുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യും. ഇവിടെ സമസ്തയുടെ മണ്ഡലം സമ്മേളനത്തിൽ വളരെ സുപ്രധാനമായ പല പ്രസംഗങ്ങളും കേട്ട ഈ സാഹചര്യത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംശയാസ്പദമാക്കപ്പെടുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. ആദ്യമായി, എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഒരു സാധു കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ മഹറും സ്ത്രീധനമൊക്കെ വാങ്ങി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് അവളുടെ മഹറിന്റെ പണ്ടവും അവർ തന്ന സ്ത്രീധനവുമൊക്കെ ആയി അവൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയി പണമൊക്കെ കൂടിയപ്പോ ആ സ്ത്രീനെ പറ്റാതായി. കത്തും കുത്തും അതുപോലെ
അവളോടുള്ള ബന്ധങ്ങളുമൊക്കെ വിച്ഛേദിക്കണം, ഇവന് നാട്ടിലെത്തിയിട്ട് നല്ല വേറൊരു പെണ്ണ് കെട്ടണം, പണമുണ്ടായാൽ എന്തും ചെയ്യാമെന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവൻ വളർന്നു. അങ്ങനെ നാട്ടിലെത്തി കല്യാണം കഴിച്ച് ആ പട്ടിണി കുടുംബത്തെ, നമ്മളെ പുതിയാപ്പള നമ്മളെ കുടുംബത്തെ രക്ഷിക്കുമെന്നുള്ള അങ്ങേയറ്റത്തെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ ചെയ്തു കൊടുത്ത ആ സമ്പത്തും അവരുടെ ആ ആനുകൂല്യവും ഉപയോഗിച്ച് ഗൾഫിൽ പോയവൻ തിരിച്ചു വന്ന് ചെയ്തത് ഈ കുടുംബത്തെയൊക്കെ അവളെ തലാക്ക് ചൊല്ലി ഒരു കാരണവുമില്ലാതെ വേറെ ഒരു പെണ്ണിനെ കെട്ടി. പണം കൂടിയപ്പോ കുറെ സിൽബന്തികർ സ്വാഭാവികമായും ചായ വാങ്ങി കൊടുക്കാനും പണം കൊടുക്കാനും ഒക്കെ ഉണ്ടായപ്പോൾ അതിനും ന്യായം പറയാൻ തുടങ്ങി. എന്താ ഇപ്പൊ 2 പെണ്ണിട്ടുണ്ടെങ്കിൽ 4 പെണ്ണിട്ടുണ്ടെങ്കിൽ എന്താ എന്നതുപോലെ ഉദാഹരണം നല്ലതുപോലെ ചിന്തിക്കണം. ഇന്നും പുണ്യ മൂമിനീങ്ങളെ, ഇന്നും നമ്മളെ രാമന്തളിക്കൊക്കെ അറിയാം, ഞങ്ങൾ മർക്കസിൽ നിന്ന് ഒരു കാലത്ത് SSLC ബാച്ചിനെ പരീക്ഷയോടടുക്കുമ്പോൾ അതിന്റെ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോകാറുണ്ട്. ജിഫ്രി ഹൗസ് കൊണ്ടുപോകും, അതുപോലെ അവലത്ത് തങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും, കാന്തപുരത്തിന്റെ സാക്ഷാൽ ഞങ്ങൾ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്തിൽ ഒരിക്കൽ ഫസൽ തങ്ങൾ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും സമസ്തയുടെ മുഷാവറാംഗങ്ങളിൽ ചിലരുമൊക്കെ ദുആർന്ന് കൊടുക്കുന്നു, പഠിച്ചോനെ ഈ മഹാനായ പണ്ഡിതനെ അങ്ങനെയാക്കണേ ഇങ്ങനെയാക്കണേ എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് ആദ്യമായി വിസിറ്റിന് പോകുന്ന ദുആ ചെയ്യുന്ന രംഗം ഇന്നും കോഴിക്കോട് ജിഫ്രി ഹൗസിൽ ചെന്നാൽ സമസ്തയെ കാക്കാൻ വേണ്ടി, സമസ്തയ്ക്ക് പണമുണ്ടാക്കാൻ വേണ്ടി, സമസ്തയുടെ ആധികാരിക സംഘടനയായ SYSന്റെ സ്ഥാപനത്തിന് വേണ്ടി ആദ്യം ഗൾഫിലേക്ക് പറഞ്ഞയക്കുന്ന ദുആ ചെയ്യുന്ന രംഗം കാണുമ്പോൾ ഈ കഥയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്താ അന്ന് അങ്ങനെ സമസ്ത അതിന് ദ്വാരക്കാൻ കാരണം? എന്റെ മുൻ പ്രാസംഗികർ പറഞ്ഞതുപോലെ ഇവിടെ വിദഗ്ധ കക്ഷികൾ ഇറങ്ങി റിലീഫും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി ഓരോ പ്രദേശത്തുള്ളവരെയും അവരുടെ സംഘടനവൽക്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഹക്കും ബാത്തിലും നോക്കാതെ പലിശയുടെ പണവും സക്കാത്തിന്റെ പണവും സംഘടനയ്ക്ക് വാങ്ങാൻ പറ്റാത്ത പല പണവും അറബികളിൽ നിന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തെ, ഈ ദുർബലരായ സമൂഹത്തിന്റെ പാവങ്ങളെ, പട്ടിണിപ്പാവങ്ങളെ കാശുകൊണ്ട് അനുനയിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സമസ്തയുടെ ഉലമാക്കന്മാർ നിസ്വാർത്ഥരാണ്. അവരെ ചെന്ന് കണ്ടിട്ട് നമുക്കും വേണം പണം, നമുക്ക് ഗൾഫിൽ പോകണം, ഗൾഫിൽ പോയി പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ആ മഹാന്മാരായ സ്വാത്വികരായ പണ്ഡിതന്മാരെ ചൂഷണം ചെയ്ത് അവരുടെ ദുആയും പ്രാർത്ഥനയുമായി പോയി. പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് വല്ല ദുആ കൊണ്ട് ആദ്യം ചെന്നപ്പം തന്നെ കോടികളാ കിട്ടിയത്. ഒരു കുലൈബി എന്നാണ് ഇതിന്റെയൊക്കെ ആദ്യ ആകത്തുക. ഫിത്ന ഫസാദ് തുടങ്ങുന്നത് മുത്തുനബി താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മത്തി അൽ മാൽ. ഇന്ന് കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്നുണ്ടെങ്കിൽ, ജ്യേഷ്ഠനെ അനുജനെ കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ, മാതാപിതാക്കളും കുടുംബക്കാരും തമ്മിൽ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ പിന്നിലുള്ള രഹസ്യം മുത്തുനബി താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ച എല്ലാ സമുദായത്തിനും ഒരു ഫിത്നയുണ്ടെങ്കിൽ എന്റെ സമുദായത്തിന്റെ ഫിത്ന അൽ മാൽ, സമ്പത്താണ്. സമ്പത്തിനെ സൂക്ഷിക്കണമെന്ന് പുണ്യനബി താഹ റസൂലുള്ളാഹി ഓരോ സമയത്തും നിങ്ങളെ ദീന് ഫസാദാക്കാൻ സമ്പത്ത് കാരണമാവരുത് എന്ന്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, വീണ്ടും വീണ്ടും സൂറത്തുൽ ദുഹായിൽ റസൂലുള്ളാഹിയെ മാത്രം പ്രതിപാദിക്കുന്ന അത്ഭുതകരമായ സൂറത്തുൽ ദുഹാ. ഞാനതൊന്നും അർത്ഥം വെച്ച് പറയുന്നില്ല, വളരെ വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ്. ആ ആയത്തിലും പറയുന്നു വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഉലമാക്കന്മാർ, പഴയകാലത്തെ ഉലമാക്കന്മാരൊക്കെ ആഖിറത്തിന് മുൻഗണന നൽകുകയും ദുന്യാവിന് അതിന്റെ പിന്നിലുള്ള സ്ഥാനവും നൽകിയിരുന്നു. എന്നതല്ല,
ഇന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് ആരായാലും നമ്മൾ തന്നെയാണെങ്കിലും നിങ്ങൾ വിലയിരുത്തൂ. പരിശുദ്ധമായ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കന്മാരെ നമുക്ക് പറയാനുള്ളത് റസൂലുള്ളാഹി അന്ന് ദീർഘവീക്ഷണം നടത്തി പറഞ്ഞ ഹദീസൊക്കെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇദാ സലുഹ സലുഹൻ നാസു കുല്ലുഹും സിംഫാനി മിൻ ഉമ്മത്തി ഇദാ സലുഹ സലുഹൻ നാസു കുല്ലുഹും. എന്റെ ഉമ്മത്ത് രണ്ട് വിഭാഗം നന്നായാൽ എല്ലാവരും നന്നായി. വൈദാ ഫസദ ഫസദൻ നാസു കുല്ലുഹും. രണ്ട് വിഭാഗം എരപ്പായാൽ സമുദായം എരപ്പായി എന്നെ അതിന്റെ അർത്ഥം. സമുദായത്തെ രണ്ട് വിഭാഗം എരപ്പത്തരം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ആലിമീങ്ങളെ വേഷം കെട്ടി രാഷ്ട്രീയക്കാരെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയാൽ ഫസദൻ നാസു കുല്ലുഹും. ആ ഫസാദാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരോടിനടുത്തൊരു മുസ്ലിയാര് സത്യത്തിൽ സാമൂഹിക ജീവിതത്തിലും അതുപോലെ വലിയ കോളേജും സ്ത്രീകളും കുട്ടികളും ഒക്കെ പാടക്കൂടിയുള്ള സംഭവം കോളേജ് നടത്തുമ്പോൾ പലപ്പോഴും സൂക്ഷിക്കണം. ആ സമയത്തൊക്കെ മുമ്പ് സമസ്തന്റെ ഉലമാക്കന്മാർ പോലും സൂക്ഷ്മശാലികൾ ബോർഡിംഗ് നടത്തല് പഴയകാലത്ത് പറ്റൂലേ എന്ന് ചിന്തിച്ചവരാണ്. അതിലൊക്കെ അതിൻ്റെതായ ദൂഷ്യങ്ങൾ, ഇപ്പോഴും അതിൻ്റെതായ ദൂഷ്യങ്ങളുള്ള കാലഘട്ടമാണ്. എങ്കിലും നിർവാഹമില്ലാതെ വളരെ സൂക്ഷ്മതയോടെയാണ് അത്തരം കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. സത്യത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ എന്താ, രാഷ്ട്രീയക്കാരാണേ പറയും, ഞങ്ങള് മന്ത്രി അങ്ങനെ കട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, എന്തായാലും ശിക്ഷിക്കും, നടപടിയെടുക്കും എന്നൊക്കെ നേതാവ് ഉഷാറായിട്ടത് പറയും. പിന്നെ ഉള്ളിലൂടെ പ്രവർത്തിക്കുമെങ്കിലും ആ ഒരു ശൈലി പോലും മുത്തുനബി താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമ കെട്ടാൽ അവളുടെ കൈ കുറിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് ഒരു ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ കളവ് നടത്തിയപ്പോൾ അതിന് പഞ്ചായത്ത് പറയാൻ റസൂലുള്ളാഹിന്റെ ഏറ്റവും മുഹിബ്ബായ ഏറ്റവും പ്രിയപ്പെട്ട സഹാബി റസൂലുള്ളാഹി അനുനയിക്കാൻ വേണ്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കെന്താണ്? ഇതൊക്കെ അറിയുന്ന സമുദായം എന്നിട്ട് പറയാം. എന്നിട്ട് ഒരു അനിഷ്ട സംഭവം ഉണ്ടായപ്പോൾ ഈ അനിഷ്ട സംഭവത്തിന്റെ പരസ്യമായി അതിനെ എതിർക്കുകയും കൂട്ടുനിന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ആ പെൺകുട്ടിയെയും ആ കുടുംബത്തെയും നിശ്ചിതമായി വിമർശിച്ച് ഒരു പണ്ഡിതന് പറയാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ചിട്ടും അതിനും ഒന്നും തിരിയുന്നില്ല. എന്ത് പറ്റിപ്പോയി ഈ സമുദായത്തിലെ മോമിനീങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? പണ്ഡിതന്മാർ ഭിന്നിച്ചപ്പോ ആദ്യം പോയത് കോടതിക്ക കേസ് കൊടുത്തു. അങ്ങനെ കേസോട് കേസ്, നാട് മുഴുവനും കേസ്. സത്യത്തിൽ മുജാഹിദുകൾ ചെയ്ത അതേ പണിയല്ലേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്? മുജാഹിദ് എന്താ ചെയ്തത്? ഒരു മഹലിനെ ഭിന്നിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഭിന്നിപ്പിച്ച് വേറെ ജുമ ഉണ്ടാക്കിയപ്പോ അത് സഹിയാവൂല എന്ന് അതിന് ആയത്തോതി നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പോ ഷെയ്ഖുസ്സമാനും ഖുതുബുസ്സമാനും ഒക്കെ പറയുന്ന ഷെയ്ഖുസ്സമാൻ തന്നെ വന്ന് ജുമ തുടങ്ങി കൊടുക്കുകയാണ്. തൊട്ടടുത്ത് എന്റെ നാടിന്റെ അടുത്ത് കാരശ്ശേരി പള്ളി പരിശോധിച്ചാൽ, നെല്ലിക്കാപ്പറമ്പ് പള്ളി പരിശോധിച്ചാൽ ഒരു റോഡിന്റെ മാറ്റം ആ ഖബർസ്ഥാനോട് ചേർന്നുകൊണ്ട് തന്നെ ഇപ്പുറത്ത് പള്ളി മുജാഹിദും ചെയ്തത് ഇതല്ലേ, ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് ഇതല്ലേ? മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് പള്ളി ഉണ്ടാക്കിയപ്പോൾ മസ്ജിദ് ഖുബാനെതിരെ പള്ളി ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാറിന്റെ ആയത്ത് എവിടെ പോയി? SSFകാരാ നീ ചിന്തിക്കണം. നമ്മളൊക്കെ ഇതിന്ന് മാറാൻ കാരണം കുറെയൊക്കെ സബൂർ ചെയ്ത് നിന്ന്, കുറെ കാലങ്ങളിലൊക്കെ സബൂർ ചെയ്തിങ്ങനെ നിന്ന് ഉസ്താദുമാർക്കെതിരെ പറയാൻ പറ്റൂലേ ഇങ്ങനെ ചിന്തിച്ച് കുറെ കാലം. അതുവേണം ചിലരൊക്കെ പറയും, എന്റെ ഉസ്താദിനെ ബഹുമാനിക്കണ്ടേ, ഇതൊക്കെ ഇതിലുള്ള പ്രശ്നങ്ങൾ, ഉസ്താദിനെ ബഹുമാനിക്കണ്ടേ. ഇപ്പം ഗീബത്ത് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ നാടന്മാർ ചിന്തിക്കേണ്ട പോയിന്റാണ്. പെട്ടെന്ന് അവര് തെറ്റിദ്ധരിപ്പിക്കുന്ന പോയിന്റ് ഗീബത്ത് പറയലല്ലേ, എങ്ങനെ ആയാലും ഗീബത്ത് പറയല. മുസൈലിമത്തുൽ കദ്ദാബിനെപ്പോ നമ്മൾ ഗീബത്ത് പറഞ്ഞില്ലേ? മൗദൂദി സാഹിബിനെ നമ്മൾ പറയുന്നില്ലേ? ഇത് ആദർശ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല് ഗീബത്താകുമോ? എന്താ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഞാൻ എന്റെ നാട്ടുകാര് ഒക്കെ SSFന്റെ ഈ മജീദ് കക്കാടിന്റെ ഒക്കെ നാടാ. അവിടുന്ന് ചിലരെന്നെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഞാൻ പറയും,
ഈ ഗീബത്ത് പറഞ്ഞ എന്റെ അമലൊക്കെ എല്ലാം ദിക്റൊക്കെ മറ്റവർക്ക് കിട്ടിപ്പോകില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ആ ഒരാളെ മാത്രമേ ഞാൻ ഗീബത്ത് പറയാനേ പറയുന്നുള്ളൂ. അയാളെ പറയുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങളൊക്കെ പാടെ ഒരുപാട് സമുദായം, അതിന്റെ അനുയായികളായ ആൾക്കാരൊക്കെ എന്നെ വേറെ പലതും പറഞ്ഞിട്ട് നിങ്ങളെ അക്കൗണ്ടൊക്കെ ഇങ്ങോട്ട് ക്ലിയർ ചെയ്യും. എന്റേത് ഒരാൾക്ക് അങ്ങോട്ട് പോകുമ്പോ വേറെ ഒന്നായിട്ട് ഇങ്ങോട്ട് ക്ലിയർ ചെയ്യല്ലോ. അത് ഒരു പൊട്ടനല്ലല്ലോ, അള്ളാഹുത്തായാലെ പൊട്ടനല്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ പറഞ്ഞ് സമുദായത്തെ വഞ്ചിപ്പിച്ച് പണ്ഡിതനെ കുറ്റം പറയാൻ പറ്റും? കുറ്റല്ലേ പറയണത്? ഇത് പലയിടത്തും അവർ ഉപയോഗിക്കുന്ന ഒരു പോയിന്റാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമാ എന്ന സാത്വിക പണ്ഡിത സഭ, ആ പണ്ഡിത സഭ അതിന്റെ നേർവഴിക്ക് നീങ്ങുമ്പോൾ മഹാന്മാർ, ഞാൻ ഈ അടുത്തൊരിക്കല് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ആനക്കര ഉസ്താദ് അദ്ദേഹം പറഞ്ഞ് കരഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ്. ഇതുപോലെ വലിയൊരു സമ്മേളനത്തിൽ മഹാനവറുകൾ ചോദിച്ച ഒരു ചോദ്യം, അതിൽ അവിടെ കൂടിയവരെല്ലാം കരഞ്ഞുപോയി. അല്ല കൂട്ടരെ, സമസ്തയിൽ ഞങ്ങള് പഴയ കാലത്ത് പ്രവർത്തിച്ചപ്പം ചായ വാങ്ങിത്തരാൻ പോലും ആളില്ലായിരുന്നു. വളരെ ദാരിദ്ര്യമായി ജീവിച്ച് രാമനാട്ടുകരെ ദർശനം നടത്തുമ്പോൾ അവിടുന്ന് നടന്നുപോയി വെല്ലിയങ്ങാടിയിൽ അബ്ദുറഹ്മാൻ വാഫക്കി തങ്ങളെ അരിക്കച്ചവടത്തിന്റെ പാണ്ഡികശാലയിലാണ് മീറ്റിംഗ് കൂടാറ്. അന്ന് മീറ്റിംഗ് കൂടിയാൽ ഒരു പഴംപൊരിയും ചായയും കിട്ടും. അതിനെന്നെ ഈ 10-40 ആൾക്കാർക്ക് ചായ വാങ്ങിത്തരാൻ വേണ്ടി വകുപ്പില്ലാത്ത ആൾക്കാരെ തേടി നടക്കണമെന്ന് തങ്ങൾ തന്നെ ചായ തരും. അന്ന് അവിടുന്ന് നടന്നുപോയി ഉണ്ടാക്കിയ ഈ സമസ്ത ഇപ്പം പടർന്ന് പന്തലിച്ച് മദ്രസയും പള്ളിയും സംഘടിത ശക്തിയൊക്കെ ആയി, എല്ലാ ഇന്റർനെറ്റും എല്ലാ ഏടാകൂടവും എല്ലാം ആയി നിൽക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഈ സമസ്തയിൽ നിന്ന് മറിഞ്ഞു ചിന്തിക്കാൻ മാത്രം സമുദായമേ എന്ന് ആ പ്രസിഡന്റ് അവറുകൾ ഇപ്പൊ ഉള്ള പ്രസിഡന്റ് ചോദിച്ചു. ഞങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അതൊന്ന് പറഞ്ഞു തന്നാൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കരഞ്ഞുപോയി. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇതിനെതിരെ പ്രവർത്തിച്ച പല സാത്വികരായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ സ്റ്റേജിൽ ഇല്ലാത്തവർ തന്നെ, ഇങ്ങനെ കടന്നു വന്നവരല്ലാത്തവര് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുസ്തഫൽ ഫൈസി വാഗ്ധാരണിയുടെ ഉടമയാണ്. ഇന്ന് ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? മുസ്തഫൽ ഫൈസി. പിന്നെ എന്തേ സമുദായം കുറെ കുടുങ്ങിപ്പോവാനുള്ള ഒരു കാരണം അത് ഞാൻ തുറന്നു പറയുന്നു. ഇവർ ആത്മീയതയെ നല്ലതുപോലെ ചൂഷണം ചെയ്യുകയും ഞങ്ങളെ മുന്നിലും പിന്നിലും ഔലിയാക്കന്മാരാണെന്ന് പറയും. ഞങ്ങളെ മുന്നിലും പിന്നിലും 4 ഭാഗത്തും ഔലിയാക്കന്മാരാണ്. CM വലിയുള്ളാഹി ഞങ്ങളാളാണെന്ന് പറയും. ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചു ആദ്യത്തില്. പക്ഷേ CM വലിയുള്ളാഹി വഫാത്തായി കൊണ്ടുപോകുമ്പോൾ ഞാൻ മർക്കസിലാന്ന് റോഡ് വരെ കുട്ടികൾ നന്നായിട്ട് നിന്നിട്ട് CM വലിയുള്ളാഹിന്റെ ജനാസ ഇപ്പം ഇവിടെ കൊണ്ടുവരും എന്ന് ശൈഖുനാവറുകൾ പറഞ്ഞത് ഞങ്ങളെല്ലാവരും കാത്തിക്കാണ്. പക്ഷെ CMന്റെ ഒരു കഥ നിങ്ങൾ മനസ്സിലാക്കണം. CM എന്ന മഹാൻ ഒരു ദിക്റുകൾക്കലും പോയില്ല, ഒരു സംഘടനയ്ക്കും ഒരു സ്റ്റേജിലും നമ്മളെ അറിവിലോടെ എവിടെയും പോയതായിട്ട് ഞാൻ കണ്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും CMനെ കണ്ടു. ആ മഹാൻ ഒരു സമ്മേളനത്തിനോ ഒരു സ്റ്റേജിലോ ഒരു ദിക്റുകൾക്കോ ബൽക്കോ മറ്റുള്ളവർക്ക് ആർക്കും പോയില്ല. അദ്ദേഹം തസവുഫിൽ ജീവിച്ച് ദർസൊക്കെ പോയി അവസാനം ഒരു മൂപ്പന്റെ വീട്ടില് അവിടെ ജീവിച്ചു വഫാത്തായതിനു ശേഷം ഉമ്മനെ കാണാൻ പോലും പോയില്ല. അങ്ങനത്തെ മനുഷ്യനാണ്. വഫാത്തായപ്പോ മടവൂർക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇത് കൊണ്ടുപോകുമ്പോ കാത്തിക്കാണ്. CMന്റെ സ്വന്തം ആളാണല്ലോ, എന്തായാലും കേറ്റുമല്ലോ. ഒരൊറ്റ പോക്ക് കൊണ്ടുണ്ട് റോട്ടുമ്മലൂടെ. അവിടെ എത്തി കേട്ടില്ല പറഞ്ഞപ്പോ അത് ഷെയ്ഖുനെ നേരം വൈകൊണ്ട് കേറ്റണ്ടെന്ന് പറഞ്ഞിരുന്ന. പിന്നെ എറണാകുളത്ത് മഴ പെയ്തപ്പോ മഴ പെയ്യണ്ടെന്ന് പറഞ്ഞു, അല്ല പെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഈ രീതിയിൽ കള്ളം പറഞ്ഞ് ഔലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും പേരിൽ കുതിരക്കച്ചവടം നടത്തുന്ന ഈ വിഭാഗം നിങ്ങൾ ചിന്തിച്ചോ. ഞാൻ വെറുതെ പറയുകയല്ല. ഇവിടെ മമ്പുറം തങ്ങളുടെ മക്കാമിന് കേസ് കൊടുത്തത് BJP ആണോ, RSS ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസംഘടനകളോ ഏതെങ്കിലും നമ്മളെ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ളവരാണോ? എന്താണ് സമുദായം ചിന്തിക്കാത്തത്? എന്താണ് നമുക്ക് ബോധം വരാത്തത്? ഇടിയങ്ങര മക്ക. എന്നിട്ട് ആ മഹാൻ എന്ത് ചെയ്തു? ആ മഹാൻ ചെയ്തത് അയാള് കറാമത്തുള്ള ആളല്ലേ, മമ്പുറം തങ്ങൾ വലിയല്ലേ, വഫാത്തിന് ശേഷം കറാമത്ത് കാണിക്കുകയില്ലേ? ആ കറാമത്ത് എന്തേ പുലർന്നത്? അത് സമസ്തയുടെ സെക്രട്ടറിക്ക്
ഉത്തരവാദിത്തമുള്ള സ്ഥാപനമാക്കി മാറ്റി. അതയാള് കറാമത്തല്ലേ? ഇടിയങ്കര മക്കാമിന് കേസ് കൊടുത്തു. എന്തുണ്ടായി? ഇങ്ങനെ കേസും കുണ്ടായ്സവുമായി ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ ഇദാ സലുഹ സലുഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും. മുത്തുനബി താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാ ഉമറാവാണത്. ഉലമാ ഏർപ്പായാൽ സമുദായം മുഴുവനും മെരപ്പായി എന്ന് മുത്തുനബി എത്രയോ മുമ്പ് പറഞ്ഞു വെച്ചു. ആ കാര്യങ്ങളൊക്കെ പുലർന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലാതെ മറ്റൊന്നും ഇതിൽ ചിന്തിക്കാനില്ല. എങ്കിലും നമുക്ക് പാലം കടക്കണമെങ്കിൽ ആ പഴയ ശൈലിയിലും പഴയ മഹാന്മാരെയും പിന്തുടരുക. ഇവിടെ മഹാന്മാരും പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുസംഘടിതമായ ദീനീ പ്രവർത്തന രംഗത്ത് നമുക്കൊക്കെ ഹിദായത്ത് പകർന്നു തന്ന, അക്ഷരം പഠിപ്പിച്ച സാത്വികരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അവരെ കൈവടിയാതിരിക്കുക. ഉസ്താദിനെ കുറ്റം പറഞ്ഞ് എന്ന് പറയുന്നതിനും ഞാൻ സാധാരണ പറയല്, എന്റെ ഉസ്താദ് അവരെ ഉസ്താദുമാരൊക്കെ കുറ്റം പറയുന്നുണ്ട്, ആ കുറ്റം പറയൽ നിർത്തിയാൽ നമ്മളും നിർത്തും എന്നാണ് അതിനും മറുപടി പറയാറ്. നമ്മളെ ഉസ്താദുമാരെ അവരെ ഉസ്താദുമാരൊക്കെ കുറ്റം പറയുന്നു. നമ്മളെ ഉസ്താദുമാർ കണ്ണിയത്ത് ഉസ്താദിനെ കുറ്റം പറഞ്ഞു, ശംസുൽ ഉലമയെ കുറ്റം പറഞ്ഞു, അതുപോലെയുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞതുകൊണ്ട് ആ കുറ്റം പറഞ്ഞതിലൊക്കെ നിർത്തിയിട്ട് സമുദായത്തെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി ഈ സമുദായത്തിന്റെ ഭിന്നിപ്പ് ജ്യേഷ്ഠാനുശന്മാർ തമ്മിൽ ആർക്കോ വേണ്ടി ഭിന്നിക്കരുത് എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. ആർക്കോ ഒരാളുടെ ഒരു വ്യക്തിനെ മാത്രം പൂജിക്കാൻ വേണ്ടി ഈ മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കരുത്. നമ്മുടെ മാതാപിതാക്കളുമായി ഭിന്നിക്കരുത്. ഇതിന്റെ പിന്നിലൊന്നും ദീനീ രഹസ്യമായി ആത്മീയതയുടെ കണിക പോലും അവശേഷിക്കുന്നില്ല. മശായിഖന്മാരുടെയും മൗലിയാക്കന്മാരുടെയും സാലിഹ്യങ്ങളുടെയും പൊരുത്തം അതിനില്ല. തങ്ങൾ സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മുടെ മശായിഖന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ കാണിച്ചു വന്ന യഥാർത്ഥ ഹിദായത്തിന്റെ വഴിയിൽ ആ കൊടിക്കയിൽ അണിനിരക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഈ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിലൊരുമിച്ച് കൂടിയ ഞങ്ങൾക്കും എനിക്കും എല്ലാവർക്കും റബ്ബേ ദീർഘായുസ്സും ആഫിയത്തും ഖുവ്വത്തും സലാമത്തും ഹിദായത്തും നീ തരണേ തമ്പുരാനെ. ഞങ്ങളെ സാലിഹ്യങ്ങളോടൊപ്പം ആക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ടായതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ദുആ വസിയത്ത് എല്ലാവരോടും ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. രസകരമല്ലാത്ത വല്ലതും പറഞ്ഞെങ്കിൽ പൊരുത്തപ്പെടണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ സമ്മേളനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാന്തപുരം വിഭാഗത്തിൻ്റെ സംഘടനാപരവും ആദർശപരവുമായ അപജയങ്ങൾ ബോധ്യപ്പെട്ട് സത്യത്തിലേക്ക് തിരിച്ചുവന്ന പണ്ഡിതന്മാരുടെയും പ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സംഗമമാണ് ഇപ്പോൾ ഇവിടെ. ഒരുപാട് പേർ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വരാൻ ആളുകളുണ്ട്. ചിലരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമൂഹത്തിലെ മറുപക്ഷത്ത് ഞങ്ങളുടെ പഴയകാലത്തെ കൂട്ടുകാരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. തുറന്നു വെക്കാൻ നിങ്ങൾക്ക് കണ്ണുകളുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങോട്ട് ഈ വേദിയിലേക്കൊന്ന് നോക്കാം. തുറിച്ചു നോക്കി ഭീതിപ്പെടുത്തുന്നതിന് പകരം ഒന്ന് തുറന്നു നോക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ലഭിക്കാതെ പോയ സത്യത്തിന്റെ ഷാജ്വലമായ തീരത്തെത്താൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് സത്യം, ഈ മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന സമസ്തയെന്ന സത്യം കാണണമെങ്കിൽ, അല്ലെങ്കിൽ അനുഭവിക്കണമെങ്കിൽ അതിനിവിടേക്ക് വരണം. അല്ലാതെ ഏതെങ്കിലും ആളുകൾ വരുന്ന നിക്കാഹുകൾക്ക് പിന്നാലെ ഓടിയതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരുപാട് കാലം നിങ്ങളുടെ ആളുകളുടെ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സുലൈമാൻ സഖാഫി ഇവിടെയുണ്ട്. സഖാഫി അറിയാത്തവർ ഈ നാട്ടിലുണ്ടാവില്ലല്ലോ.
ഇങ്ങനെ ഈ നാട്ടിലെ കാന്തപുരം വിഭാഗത്തിന്റെ ഊർജമായിരുന്ന, ഈ നാട്ടിലെ എന്നല്ല ഈ ജില്ലയുടെ ഊർജമായിരുന്നു സുലൈമാൻ സഖാഫി. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ഇവിടെയുള്ള പേരുകൾ മുഴുവൻ വായിച്ച് ആരെയും ഒരുപാട് പരിചയപ്പെടുത്താൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. SSF എന്ന സംഘടനക്ക് അതിന്റെ പ്രാരംഭം മുതൽ പിളർപ്പിന് ശേഷവും ഈ പ്രദേശങ്ങളിലും അല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ നേതൃത്വം നൽകുകയും ഇന്ന് കാന്തപുരം വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവായി ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ മറുപടി പറയാൻ വരുന്ന ഒരു കൂറ്റമ്പാറക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ സാധാരണ പ്രയോഗമുണ്ട്. സഖാഫിമാരല്ല പേടുകൾ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അയാളും ഉപയോഗിക്കാറുള്ളത് ദാരിമി എന്ന പദപ്രയോഗമാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, അദ്ദേഹത്തിന് ലഭിച്ച ദാരിമി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് കാണിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സഖാഫിമാർക്ക് അത് കാണിച്ചു തരാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന സഅദിമാർക്ക് അത് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന സുഹരിമാർക്ക് അത് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന അതുപോലെയുള്ള പണ്ഡിതന്മാർ, അസ്ലമിമാരുണ്ട്, മിസ്ബാഹിമാരുണ്ട്, അവർക്കൊക്കെ കാണിച്ചു തരാൻ പറ്റും. പിന്നെ ഞാൻ സഖാഫ് ഫ്രീ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്കും വേറെന്തൊക്കെയോ കാണിച്ചു തരാൻ പറ്റും അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്നതാണെന്നുള്ള തെളിവ് തരാൻ കഴിയും. പക്ഷേ കൂറ്റമ്പാറക്ക് അദ്ദേഹത്തിന് നൽകിയ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കഴിയില്ല. കാരണം എന്താ? പഠിച്ചത് നന്ദിയിലാണെങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശംസുൽ നമുക്ക് ബോധ്യപ്പെട്ടു ഈ മനുഷ്യന് ബിരുദം കൊടുക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെട്ടു. ഈ അടുത്ത കാലത്ത് അയാൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ കുറെ ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്, അവരൊക്കെ കൂടിയിട്ട് അപ്പുറത്ത് 40 ആള് തികഞ്ഞാൽ മുഷാവർ ഉണ്ടാക്കും. ഞങ്ങൾ മംഗലാപുരത്ത് ഒരു കൊല്ലം മുമ്പ് 45 സഖാഫിമാരെ വെച്ച് സമ്മേളനം നടത്തിയിരുന്നു. എന്നിട്ട് ഞങ്ങള് സമസ്ത ഉണ്ടാക്കാനോ മുഷാവർ ഉണ്ടാക്കാനല്ല വരാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ അടിവേരറക്കാനാണ് ഞങ്ങൾ വരുന്നത്. അത് ആദർശത്തിന് വേണ്ടിയാണ്. അതിനപ്പുറത്ത് ഞങ്ങൾക്ക് പലതും ഇവിടെ ചെയ്യാനുണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി. ആ രംഗത്താണ് ഞങ്ങളുള്ളത്. നിങ്ങളുടെ കാന്തപുരത്തിനോടൊപ്പം ആ പറയപ്പെട്ട ഇവർക്കൊപ്പമൊക്കെ ജില്ലാ തലത്തിലും നിങ്ങളുടെ മറ്റു സംഘടനാ രംഗത്തുമൊക്കെ വൈസ് പ്രസിഡന്റും അല്ലാതെയൊക്കെ പ്രവർത്തിച്ച അബൂബക്കർ മുസ്ലിയാർ പാണ്ടിക്കാടുണ്ട് ഇവിടെ. അദ്ദേഹം ആദ്യമായിട്ടാണ് നമ്മുടെ വേദിയിൽ കടന്നു വരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖും ഏറ്റി നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. കർണാടക സംസ്ഥാനത്തെ ആസന ജില്ലയിലെ കാന്തപുരം വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവ് സയ്യിദ് ഹൈദ്രൂസി ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം യാത്രയിലാണ്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരുപാട് കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞാൻ സെൻസിംഗ് മാസിക നടത്തുമ്പോ ആലപ്പുഴ ജില്ലയിൽ ആ പ്രസ്ഥാനത്തിന്റെ മാസികക്ക് നേതൃത്വം നൽകിയും അവരുടെ ജമിയത്തുൽ മുഅല്ലിമിന്റെ നേതാവുമായിരുന്ന സക്കരിയ ബാക്കവിയാണ് ഇപ്പോൾ എന്റെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറി വന്നത്. നിങ്ങളുടെ ജില്ലയിലെ നിങ്ങളുടെ ആദർശത്തിന്റെ ബോധമണ്ഡലങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരുപാട് പേർ ഇനിയും കയറി വരാനുണ്ട്. കാന്തപുരത്തിന്റെ സന്തത സഹചാരി നാസർ സഖാഫി വയനാട് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങൾ ആരാന്ന് ഒന്ന് ധരിപ്പിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ വേദി വിട്ടു പോവുകയാണ്. ഞാൻ കൂടുതൽ കാരണം ഒരുപാട് ആളുകൾ പറയാനുണ്ട്. വളരെ ചുരുങ്ങിയ സമയം. ഇപ്പൊ നേരത്തെ
ഈ ഭാഗം എന്ന് പറയുന്നത് ഉസ്താദ് അടക്കമുള്ള കണ്ണി ഉസ്താദ് അടക്കമുള്ള അന്നത്തെ മുഴുവൻ ആലിമീങ്ങളും അവർ നേതൃത്വത്തെ മുഴുവൻ ആളുകളും ഈ ഭാഗം ഉലൈക ഹിസ്ബു ശൈത്താൻ, അവർ ഇബ്ലീസിന്റെ കക്ഷിയാകുന്നു. പറഞ്ഞിട്ടില്ല എന്ന് ഏതെങ്കിലും സഹോദരൻ പറയാൻ പറ്റുമോ? പറയട്ടെ. ആര് പറഞ്ഞു? എന്താന്ന് ഞാൻ പറയാം. ഉലൈക ഹിസ്ബു ശൈത്താൻ അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അറിയണം, നിശ്ചയമായും ഈ ഭാഗം നരകത്തിലാകുന്നു, ഇബ്ലീസിന്റെ കക്ഷി നരകത്തിലാകുന്നു. അന്ന് ഉസ്താദിന്റെ പിന്നിൽ നടക്കുമ്പോൾ, അതായത് ഉസ്താദിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ നേരിട്ട് അടുത്തൊന്നും കണ്ടില്ല, ദൂരത്ത് ഉസ്താദിനെ കണ്ടു. ഇവിടുത്തെ SSFRൊക്കെ കണ്ടതുപോലെ ആ കന്തൂറ ധരിച്ച് ഇപ്പോ ഇതേപോലത്തെ കമീസ് ഉസ്താദിന്റെ മാർഗം തന്നെയാണ്. എന്നോട് കഴിഞ്ഞ ആഴ്ച ഞാൻ ചമ്മാട് പള്ളിയിൽ വന്നപ്പോ എന്നെ അവിടുന്ന് ഒരു ഉസ്താദ്, അവിടുത്തെ ഒരു ഇമാമെന്ന ഉസ്താദ് എന്നെ പരിചയപ്പെടുത്തിയാണ്. മൂപ്പര് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഡ്രസ്സ് മാറ്റിയിട്ടില്ല. ഡ്രസ്സ് മാറ്റുന്നില്ല, അത് നമ്മൾ വേറെ. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ ഡ്രസ്സ് കണ്ടു, ഈ ഷാള് കണ്ടു, ഇതേപോലെ തലയെക്കെട്ട് കണ്ടു, നല്ല താടി കണ്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ആണത്തത്തോടുകൂടി കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമയ്ക്കും പിഴവ് സംഭവിച്ചപ്പോൾ അന്ന് അവരെ തള്ളിയിട്ട് ഈ സമസ്തയുടെ യഥാർത്ഥ മുഖം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കടന്നു വന്ന ആണത്വമുള്ള ആർജവമുള്ള പണ്ഡിതനാണ്, സൂഫിവര്യനാണ്, തഖ്വയുള്ള ആളാണ് കാന്തപുരം ഉസ്താദ് എന്ന നിലക്കാണ് ഞങ്ങൾ ചെറുപ്പകാലം മുതൽ ഉസ്താദിന്റെ കൂടെ കൂടിയത്. പിന്നെന്തുകൊണ്ട് മാറി? ഉസ്താദ് ആരാന്ന് ശരിക്കും മനസ്സിലായി. ഞാനത് പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ പ്രസംഗത്തിൽ അത് ഞാൻ കൊണ്ടുവരുന്നില്ല. മുജീബ് ലണ്ടൻ എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ അത് ലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുജീബ് ലണ്ടനിൽ എന്റെ പ്രഭാഷണം കേൾക്കാൻ കഴിയും. ഞാൻ അവിടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം ഏത് മക്കാമിൽ വന്ന് സത്യം ചെയ്യാൻ തയ്യാറാണ്. പലരും എന്നെ വിളിച്ചിരുന്നു. കൂടുതൽ ഞാൻ പറയട്ടെ, ഇവിടുത്തെ SSFകാരുണ്ടെങ്കിൽ കൂടുതൽ പറയട്ടെ. ഈ മലപ്പുറം ജില്ലയിൽ SSFന്റെയും SVSന്റെയും വേദികളിൽ തിളങ്ങി നിൽക്കുന്ന സിദ്ദീഖ് സഖാഫി അരിയൂർ, പേര് പഠിച്ചു വെച്ചോ. സിദ്ദീഖ് സഖാഫി അരിയൂർ നോട്ടീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പാവം വിദ്യാർത്ഥിയെ കൊല്ലാൻ ശ്രമിച്ചതിലെ പ്രതിയാണ്. അല്ലെങ്കിൽ ഈ നാട്ടിലെ SSF ഞാൻ വെല്ലുവിളിക്കുന്നു, മമ്പറത്തെ മക്കാമിൽ മഹാനായ മമ്പറത്തെ തങ്ങളുടെ ഹദറത്തിൽ ഞാൻ വരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് സിദ്ദീഖ് സഖാഫിയെ കൊണ്ടുവന്നിട്ട് നാസർ സഖാഫി പറഞ്ഞത് പച്ച കള്ളമാണെന്ന് സത്യം ചെയ്യിപ്പിക്കാൻ തയ്യാറുള്ള SSFകാരുണ്ടെങ്കിൽ തയ്യാറാവണം. വെറുതെ നാസർ സഖാഫി കളവറിയാണ് ഞങ്ങളൊന്നല്ല പറഞ്ഞ പോരാ. മമ്പറത്തെ മക്കാമിൽ വന്നിട്ട് സിദ്ദീഖ് സഖാഫി അള്ളാനെ പഠിച്ചിട്ട് വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് പറയണം, നാസർ സഖാഫി പറഞ്ഞു ഞാനൊരു വിദ്യാർത്ഥിയെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചിരുന്നു, അതിലെ പ്രതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനതിന് പങ്കാളിയല്ല, സത്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ സിദ്ദീഖ് സഖാഫിനെ കൂട്ടിവരിക, എന്റെ നമ്പർ ഇവിടുത്തെ നാട്ടുകാരോട് മേടിക്കുക, എന്നെ വിളിച്ചോ. മമ്പറത്തെ മക്കാമിൽ വന്ന് ഏത് കുട്ടിയെ എപ്പോ ഏത് വർഷത്തിൽ എവിടെ വെച്ച് അടിച്ച് തൂറ്റിച്ച് ഷഡ്ഡിയടക്കം തീട്ടമുണ്ടായ അവസ്ഥയിലേക്ക് കഴുകിപ്പിക്കാൻ കക്കൂസിലേക്ക് കൊണ്ടുപോയ സാഹചര്യം വ്യക്തമാക്കി മാറിയാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കൊണ്ടുവന്ന നേതാക്കന്മാരുടെ അവസ്ഥയെ പറഞ്ഞത്. നാട് നീളെ സലാത്ത് ഹൽക്കയിൽ ദിക്ർ മജ്ലിസിൽ നിങ്ങൾ പ്രഭാഷണം കൊണ്ടുപോകുന്ന വ്യക്തിയുടെ കഴിഞ്ഞ കാലഗതിയിൽ ഒരു പാവപ്പെട്ട, ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട ഒരു കുട്ടിയെ മൂരിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി തൂറ്റിച്ചത് എനിക്കറിയാൻ കഴിയും. ഇവിടെ അന്ന് എന്റെ കൂടെ പഠിച്ചിരുന്ന ഷമീർ സഖാഫി ഉണ്ട് ഇവിടെ. ഞാൻ വെറുതെ പറയല്ല, അന്ന് മർക്കസിൽ ഞാൻ ശക്തമായി ഇതിനെ എതിർത്തിരുന്നു. അതൊന്നും ഞങ്ങൾ പറയുന്നത് കുറ്റം, നിങ്ങൾക്ക് എന്ത് തോന്നിവാസം ചെയ്യാം. ഈ അടുത്ത് ചില ആൾ സംസാരിക്കാൻ പറയും, ഞങ്ങൾ തെറി പറയുന്നുണ്ട്. ആരെ തെറി പറയുന്നുണ്ട്? ഞങ്ങളെ കൂട്ടത്തിൽ സമസ്തയിൽ ഞാൻ കണ്ട ആലിമീങ്ങളിൽ ഒരു മുഷാവറ മെമ്പർ പോലും, നമ്മുടെ സമസ്തയിലെ ഒരൊറ്റ മുഷാവറ മെമ്പർമാർ പോലും മറ്റുള്ള ആളുകൾ തെറി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പല മുഷാവറ മെമ്പർമാരും സമസ്തയുടെ ഉപാധ്യക്ഷ പദവി, അവരുടെ സമസ്തയുടെ ഉപാധ്യക്ഷ പദവിയിൽ വരെ ഇരുന്ന ആളുകൾ അവർ എന്തെല്ലാം പറഞ്ഞ് കാളവെന്ന് പറഞ്ഞു, മൂരി എന്ന് പറഞ്ഞു, മൂരി സമസ്ത എന്ന് പറഞ്ഞ് വളരെ മോശമായി ചിത്രീകരിച്ച സ്വഭാവം അവരിലുള്ള വലിയ സമസ്ത മുഷാവറയിൽ അംഗമായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നേ വരെ നമ്മൾ സമസ്തപ്പെട്ട ആരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തുടങ്ങി ഏത് കൊള്ളരുതായ്മയ്ക്കും ഏത് തോന്നിവാസത്തിനും അവരെയുള്ള മുഷാവറ മെമ്പർമാരാണ് പ്രതിയെങ്കിൽ ആലോചിക്കണം. ഇസ്തഹവദ അലൈഹിം ശൈത്താനോ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബു ശൈത്താൻ അലാ ഇന്ന ഹിസ്ബ ശൈത്താനു ഹുമുൽ ഖാസിറൂൻ. അതുകൊണ്ട് ചില ആളുകൾ ആദ്യം ഈക്കല്ലേ ഉണ്ടായത്, അതുകൊണ്ട് ഈക്ക നരകത്തിൽ ആദ്യം ഈക്ക തന്നെയുണ്ട്, ഈക്ക നരകത്തിലേക്ക് പോകുന്നു. ഇനി തൊട്ടടുത്ത ആയത്ത്, ഒരായത്ത് കഴിഞ്ഞാൽ ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു എന്ന് തുടങ്ങിയത് ആ ആയത്ത് കഴിഞ്ഞാൽ ആ സൂറത്ത് അവസാനിക്കുന്നത് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു.
ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നുള്ളൂ, സമയമില്ല. ഉലൈക ഹിസ്ബുല്ലാഹ് ഒരുപാട് വിശേഷണം പറഞ്ഞിട്ട് അവരെ പറ്റി പറഞ്ഞു. ഉലൈക ഹിസ്ബുല്ലാഹ് അവർ അള്ളാന്റെ പാർട്ടിയാകുന്നു, അതായത് AP ആകുന്നു. ഉലൈക ഹിസ്ബുല്ലാഹ് അവർ അള്ളാന്റെ പാർട്ടിയാകുന്നു, അതായത് AP ആകുന്നു, APക്കാരാകുന്നു. APക്കാർക്കുള്ള പ്രത്യേകത എന്താണ്? അലാ ഇന്ന ഹിസ്ബല്ലാഹി, അറിയണം APക്കാർ അള്ളാഹുവിന്റെ പക്ഷത്തുള്ള ആളുകൾ, അതായത് APക്കാർ ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചവരാകുന്നു. അപ്പൊ സ്വർഗത്ത് പോകുന്ന ടീമാരാ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ APക്കാരാണ്, നരകത്തിലേക്ക് പോകുന്ന ആളുകളാണ് ഈ വിഭാഗം. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ചു തന്നപ്പോ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ നിന്നാൽ, കാരണം നാളെ ഉസ്താദിന്റെ പണി എന്താണ്? മഹ്ശറയിൽ അവിടെ സ്വർഗത്തിൽ ഉസ്താദിന്റെ പണി എന്താണ്? ബുഖാരി ഓതി കൊടുക്കലാണ്. അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേപോലെ സഹാബത്തെ കിറാമൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ആ വേദിയിൽ അവിടെ വെച്ചിട്ട് ആ പ്രത്യേകമായ ഇരിപ്പിടത്തിലിരുന്നിട്ട് അവിടെ വെച്ചിട്ട് ബുഖാരി സബക്ക് ഓതി കൊടുക്കും. അപ്പൊ ഞങ്ങൾ പോലത്തെ 7000-ഓളം വരുന്ന സഖാഫിമാരുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഒന്നാമത്തെ സഫിൽ ഞങ്ങളുണ്ടാവുക. കാരണം ബുഖാരിയിൽ ഇവിടെ ഭൗതികമായ ലോകത്ത് 3 വർഷം ഞങ്ങൾ ആ ഉസ്താദിന്റെ ക്ലാസ്സിൽ ഇരുന്നവരാണ്. ഒന്നാമത്തെ സഫിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും അവിടെയും ഒന്നാമത്തെ സഫിലായിരിക്കും. അതുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഉസ്താദിനെ കൂടിയത്. ഇപ്പം പേടിയുണ്ട്. ഇപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ കാരുണ്യവാനാണ്. ആ റഹ്മത്ത് കൊണ്ട് അവൻ കേറ്റിയാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. ഇപ്പത്തിലെ നമ്മൾ ചെയ്ത അമല് കൊണ്ടോ നമ്മൾ ആരും കൂടല. റഹ്മത്ത് അള്ളാഹു അവന്റെ മഹൽ ഫളൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവൻ കയറ്റി തന്നാൽ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. അന്ന് അങ്ങനെയല്ല, അന്ന് ഉറപ്പായി സ്വർഗത്ത് പോകും. ഇപ്പൊ ആ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ വിചാരിച്ച് APന്റെ കൂടെ കൂടിയ ഉറപ്പായി സ്വർഗത്ത്. കാരണം എന്താ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട് AP സ്വർഗത്തിലാണ്, APക്കാർ സ്വർഗത്തിലാണ്. ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അറിയണം APക്കാർ മുഴുവനും സ്വർഗത്തിലാകുന്നു. ഈ ഒരു വിശ്വാസമാണ് നടക്കുന്നത്. അള്ളാഹുവേ, അയാളെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാന്റെ റസൂൽ പറഞ്ഞൊക്കെ പച്ചക്കളവാന്ന് വരേണ്ടി വരും. ലൂത്ത് നബിയുടെ ജനത നശിപ്പിക്കേണ്ടി വന്നതൊക്കെ അള്ളാഹ് വെറുതെ ചെയ്ത പരിപാടിയെന്ന് വിചാരിക്കേണ്ടി വരും. ഞാൻ അത്രേ പറയുന്നു, കൂടുതൽ പറയുന്നില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അയാൾ സ്വർഗത്തിൽ കിടക്കുകയാണെങ്കിൽ അയാളെ കൂടെയുള്ള ആളുകൾ അയാൾ കിടക്കുമെന്ന് വിചാരിച്ച് കിടക്കുകയാണെങ്കിൽ ലൂത്ത് നബിയുടെ ജനത ഒന്നാമതായിട്ട് സ്വർഗത്ത് കിടക്കും. ഏത് ലൂത്ത് നബിയുടെ? ലൂത്ത് നബിയെ കൊണ്ട് വിശ്വസിച്ച് പോകുന്ന ആളുകളല്ല. ലൂത്ത് നബിയുടെ ജനത അള്ളാഹു നശിപ്പിച്ച ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരാദ്യം സ്വർഗത്തിൽ കടന്നിട്ട് നമ്മളെ ഹംസാക്ക പറഞ്ഞതുപോലെ ഞാനിങ്ങനെ സ്വർഗത്തിൽ കയറി ഒരു ദിനേശ് വീടേക്ക് ഇങ്ങനെ വലിച്ചു നിൽക്കുമ്പോ അവിടെ വന്നിട്ട് ചോദിക്കും, അല്ല ഹംസാക്ക നിങ്ങൾ നേരത്തെ എത്തിയോ? അപ്പൊ നിങ്ങൾ നേരത്തെ എത്തി. ഹംസാഖാന്റെ അഭിപ്രായപ്രകാരം നമ്മളാണ് ഇതിന്റെ മൂപ്പർക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇന്നത്തെ ഇൻഷാ അല്ലാഹ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കൂടുതൽ പറയുന്നില്ല, അവസാനിപ്പിക്കുന്നു. ഈ ഒരു വിഷയം നമ്മൾ മർക്കസിൽ വന്ന ഉസ്താദിനെ കണ്ടപ്പോ, നമ്മൾ ഉസ്താദിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി, വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദാ. വയനാട്ടിൽ പോയാൽ കാണാൻ കഴിയും. എന്റെ നാട്ടിൽ ഇവിടെ ഉണ്ടോന്ന് ഞാൻ അറിയില്ല. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാപ്പി മുറിച്ച് അതുപോലെ മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ അട്ടിയാക്കി വെച്ചിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അട്ടി വർഗ്ഗ ഒരു അട്ടിക്ക് ഇത്ര രൂപ അട്ടി നൽകാൻ ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ തൂക്കായിരിക്കും, കിലോ കണക്കാണ്. ഇവിടെയൊക്കെ വയനാട് വിട്ട് കഴിഞ്ഞാൽ കിലോ കണക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ അട്ടിക്കിടലാണ്. വിറക് അത്രയും മരങ്ങളുണ്ടല്ലോ, അത് മുറിച്ച് അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ കഅന്നഹും ഖുശുബും മുസന്ന, അട്ടിക്കിട്ട വിറക് പോലെ എന്ന് പറഞ്ഞാൽ അത് വയനാട്ടിൽ വന്ന് കാണണം. ആ അട്ടിക്കിനെ വെച്ചത് ശരിക്കും കാണാൻ കഴിയും. ഓരോ അട്ടി വിറകാണ്. അട്ടിക്കിട്ടതുപോലെയാണ്. അവരെ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അവിടെ സംസാരം കേട്ടാലോ നിങ്ങളിങ്ങനെ കേട്ടിരിക്കും. അല്ലോ അല്ലോ, നമ്മളാരെയും കുറ്റം പറയില്ല, നമ്മളാരെയും പരിഹസിക്കില്ല. എന്നാൽ പറഞ്ഞു വരുന്നതോ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചത്, നീ നമ്മളെ കുറ്റം, ഞാൻ പറഞ്ഞു ഞാനൊന്നും കുറ്റമൊന്നും പറയില്ല, ഞാൻ പ്രസംഗിക്കാനൊന്നും പോകാറില്ല, എന്നാലൊരു വാക്കിഞ്ഞ് പറയാറില്ലേ, എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. എന്താടാ പറയാന്ന് വെച്ചാൽ ചൂടാവില്ല എന്നോട് മാട്ടൂല് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു മൂരി എന്ന് പറയാറുണ്ട്. അടാ എന്റെ തന്തക്കും എന്റെ വാപ്പക്ക് അങ്ങനത്തെ ഒരു വാക്ക് പ്രയോഗിച്ച, എന്റെ വാപ്പാനെ മൂരി എന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാ. എന്റെ വാപ്പാനെ മൂരി എന്ന് വിളിച്ച ബഹുമാനോട് മുസ്തൽ ഫൈസി ഉണ്ട് എന്റെ കൂടെ അന്ന് ഇത് സംസാരിക്കുമ്പോൾ. മൂരി എന്ന് വിളിച്ച് നീ ഇഷ്ടപ്പെടാ? ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ അത് തെറിയല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനല്ലേ പറയും, മൂരികൾ എന്നല്ലേ പറയാറ്. എന്നാൽ നമ്മൾ ഏൽപ്പിക്കാറ് അങ്ങനെ പറയാറില്ലല്ലോ. മൂരികൾ എല്ലാവരും പാണക്കാർ തങ്ങളടക്കം
അവസാനിപ്പിക്കുന്നു. ഞാൻ കണ്ട സമസ്തയിലെ ഏറ്റവും ഉദാത്തമായൊരു മാതൃക, സമസ്തയിലുള്ള ആളുകൾക്ക് ഏത് നാട്ടിലും നമ്മുടെ കേരളത്തിൽ എവിടെ ചെന്നാലും സമസ്തയുടെ ആളുകൾ ഒരു പള്ളിയിലെ ഉസ്താദിനെ ഒഴിവാക്കാനും അതിനെ ഫിത്തന ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാക്കാൻ പോകൂല. അതുകൊണ്ട് ഈ ടീം എവിടെ ഉണ്ടോ ആ ഉസ്താദിനെ എങ്ങനെയെങ്കിലും അവിടെ ഒഴിവാക്കാൻ നോക്കും. അങ്ങനെയാ സമസ്തക്കാർക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ മനസ്സുണ്ട്. അവിടെ ഒരു പള്ളിയിൽ നിന്നൊരു സക്കാഫി വന്നു വെച്ചിട്ട് ഒന്നും പറയൂല. അയാൾ അവിടെ ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടാക്കിയാലേ അയാൾ അന്ന് പറയുള്ളൂ. അല്ലാത്ത കാലത്തോളം അയാളെ പുറത്താക്കാൻ ആ നാട്ടുകാരും പറയൂല. അതേസമയം നേരെ തിരിച്ചോ, നമ്മളൊരു മഹലിൽ നിന്നിട്ട് ഒരു കുഴപ്പമുണ്ടാക്കില്ല, അയാൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കാൻ വരും. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ആ ഹൃദയവിശാലത സമസ്തക്കാർക്കുണ്ട്. മറ്റൊന്ന്, സമസ്തയുടെ ആലിമീങ്ങൾ ആരായാലും അവരെ പാണക്കാട് തങ്ങളടക്കം, അതേപോലെ കാളമ്പാട് ഉസ്താദടക്കം, ശംസുലടമടക്കം, കണ്ണൂർ ഉസ്താദടക്കം ജീവിച്ചിരിക്കുമ്പോൾ അവർ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട താഴേക്കിടയിലുള്ള തെറ്റ് ചെയ്യുന്ന അങ്ങേയറ്റം മോശപ്പെട്ടവരായിരുന്നു. പക്ഷേ അവർ വഫാത്താവലോടുകൂടി അവരെ ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ നേതാക്കളാണെന്ന് അവര് പോലും പറയുന്നു. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ കൂടെയുള്ള ആളുകൾ തഖ്വയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിന്റെ വേറെ ആവശ്യം. അവർ തന്നെ ഇപ്പം പറയുന്നു, കാളമ്പാട് ഉസ്താദ് നമ്മളെ കൂടിയാണ്, കണ്ണൂർ ഉസ്താദ് നമ്മളെ കൂടിയാണ്, ശംസുൽ ഉലമ നമ്മളെ കൂടിയാണ്, പാണക്കാട് നമ്മളെ കൂടിയായിരുന്നു. ഇങ്ങനെ എല്ലാവരും നമ്മളെ കൂടിയായിരുന്നു. ഇപ്പൊ നമ്മൾ ആരെ കൂടിയാ? അവർ ജീവിച്ചിരിപ്പോൾ നമ്മളെ കൈ പിടിച്ച് നമ്മളെ സ്റ്റേജിൽ കൊണ്ടുവന്നു, നമ്മളെ പള്ളിയിൽ വന്നു, നമുക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു. അവർ വഫാത്തായപ്പോൾ അവരെ കൂടിയായി. മരിച്ച നശല്ല ഓല കൂടെ, ജീവിച്ചിരിക്കുമ്പോൾ ഒക്കെ നമ്മളെ കൂടെ. അൽഹംദുലില്ലാഹ്. ഏതായാലും ജീവിച്ചിരിക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ കൂടാൻ കഴിഞ്ഞല്ലോ. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഖാഫി പറഞ്ഞത് തെറി പറയുന്ന സംസ്കാരത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവരെന്നാണ്. തെറി പറയുമ്പോൾ വേദികളിൽ നിന്ന് തക്ബീർ ചൊല്ലുന്നവർ, സദസ്സിൽ നിന്ന് തക്ബീർ ചൊല്ലുന്നവർ കൂടിയാണിവർ. ഇവരുടെ കൂട്ടത്തിലെ പലരും നമ്മളെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആരോപിക്കാറുണ്ട്, നമ്മൾ ഇവർക്കെതിരെ വ്യക്തിയാക്ഷേപങ്ങൾ നടത്തുന്നുവെന്ന്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ യഥാർത്ഥ മാനദണ്ഡം എന്താണെന്ന് കൂടി ഇവിടെ വിശദീകരിക്കപ്പെട്ടു. എന്നിട്ടും കാന്തപുരമടക്കം കുണ്ടൂരിൽ വന്ന് പ്രസംഗിച്ചു. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ, സമസ്തയുടെ പ്രവർത്തകർ, അവരുടെ 40-ാം വാർഷികം കഴിഞ്ഞാൽ വിറച്ച് ചത്തുപോകുമെന്ന് പറഞ്ഞത് ഒരു പണ്ഡിതനാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളെ അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ അനുയായികൾ അപ്പോഴും ചൊല്ലി അല്ലാഹു അക്ബർ. എന്നാൽ കാന്തപുരം പറയട്ടെ, നമുക്ക് കാന്തപുരത്തിന്റെ ശബ്ദത്തെ കേൾക്കാം. അത് പറയുമ്പോൾ കാന്തപുരത്തിന്റെ പ്രസിഡന്റ് അത് യഥാർഹം പ്രതികരിക്കുന്നത് നമുക്ക് കേൾക്കാം. കാന്തപുരത്തിന്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഒരു ആലിമിന് ചീത്ത പറഞ്ഞു, അതിന് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു, കയറി പറഞ്ഞിട്ട് അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകാനാ സാധ്യത. മാറ്റേണ്ടതാണ് സ്കൂള്, നിന്റെ മാറ്റേണ്ടതാണ് സ്കൂള്. അത് ശ്രദ്ധിക്കണം. ഈ തക്ബീർ പറഞ്ഞ തമാശക്കുള്ളതാ. ഒരാളെ ദൈവത്ത് പറയുമ്പോൾ ചെല്ലാനുള്ളതാണ്, ഒരു വ്യക്തിയെ പരിഹസിക്കുമ്പോൾ ചെല്ലാനുള്ളതാണ്. അല്ല, മാറ്റേണ്ടതാണ് സ്കൂള്, നിന്റെ മാറ്റേണ്ടതാണ് സ്കൂള്. എന്തത് കേട്ടത്? ഒരു വ്യക്തിയെ ചീത്ത പറയുമ്പോ തക്ബീർ ചൊല്ലിയാൽ ഒരു നല്ല മനുഷ്യനെയോ അല്ലെങ്കിൽ വിശ്വാസികളെയോ പറയുമ്പോ, മോശമായി പറയുമ്പോ തക്ബീർ ചൊല്ലിയാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതാണ് കാന്തപുരം പറയുന്നത്. അന്റെ ബാപ്പന്റെതാടാ സ്കൂളിൽ നിന്നുള്ള ആൾ തങ്ങൾ ചോദിക്കുമ്പോ കടപ്പുറത്തിരുന്ന ഇവരുടെ പ്രവർത്തകർ മുഴുവൻ ചൊല്ലുന്നു അല്ലാഹു അക്ബർ. ഞങ്ങൾക്കൊന്നും പറയാനില്ല, വിധി പറഞ്ഞത് കാന്തപുരമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരികമായ ഇടപെടലുകളിൽ അദ്ദേഹത്തെ പറ്റില്ലെന്ന് ഈ ശിഷ്യന്മാരായ സഖാഫിമാരെ സാക്ഷി നിർത്തിയിട്ട് ശിഷ്യന്മാരെക്കാൾ അധികം കൂടെ നടന്ന ഞാൻ ഈ സദസ്സിൽ വെച്ച് പറയട്ടെ. അതുകൊണ്ട് കാന്തപുരം ഉസ്താദേ,
ഇന്നിവിടെ വന്ന് പോയതല്ലേ, നിക്കാഹ് ചെയ്യാനാണല്ലോ വന്നത്. ഈ നിലയിലേക്ക് നിങ്ങൾ പോയിട്ട് അവസാനം നിക്കാഹ് മാത്രം ചെയ്യുന്ന ഒരു ഏജൻസിയുടെ തലവനായി അധപ്പതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നല്ലാതെ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇങ്ങനെ ഇവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരമൊക്കെ തുറന്നു പറഞ്ഞ് സഖാഫിമാരും ഞങ്ങളെപ്പോലുള്ളൊക്കെ വരുമ്പോ ഞങ്ങളെക്കുറിച്ച് ഒരാൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, പേടാണെന്നാ പറയാ. മൂപ്പർക്ക് എപ്പോഴും അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം മൂപ്പരുടെ നാട്ടിന്റെ പേരെന്ന് ചെറുതായിട്ടൊന്ന് ഒഴിവാക്കിയ പേടെന്ന് കൃത്യമായിട്ട് കിട്ടും. പേരോടാണ് പറയാറുള്ളത്. എപ്പോഴും അയാൾ പറയാറുള്ളത് അവിടുന്ന് പോന്ന മുഴുവനും വേസ്റ്റാന്നാ പറയാ. അപ്പൊ സത്യത്തിൽ അവിടുന്ന് പോരുന്നത് മുഴുവൻ വേസ്റ്റ്, വരുന്നൊക്കെ വേസ്റ്റാണ്. അപ്പൊ പിന്നെ ആ സാധനം എന്തായിരിക്കും? ഒരു ഞെളിയമ്പറമ്പായിരിക്കൂലേ? അവിടുന്ന് വരുന്നൊക്കെ അങ്ങനെ തന്നെയാണെങ്കിൽ ഒന്നുപോലും നല്ലതില്ല, പോരുന്നൊക്കെ വേസ്റ്റ്. ഏത് സഖാഫി, ഏത് മിസ്ബായി, ഏത് സാധനം വന്നാലും വേസ്റ്റാ. ഷമീർ സഖാഫി ഇവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഫസ്റ്റ് ക്ലാസ്സോടെ മർക്കസിന് പാസ്സായ ആളാണ്. പേരോടിനേക്കാളും നന്നായി തിരിക്കും തബാസാദുനി. പേരോടിന് തിരി നമ്മളെ ചാനലുകാർ ചോദിച്ചില്ലേ, സഖാഫി എന്ന് പറഞ്ഞാൽ എന്താ, ഇയാൾക്കില്ലാത്ത സാധനത്തിനല്ലേ അത് പറയാന്ന് പോലും ചാനലുകാരുടെ ചോദ്യത്തിന്റെ അർത്ഥം വന്നില്ലേ? അതിനേക്കാൾ നല്ല വിവരമുള്ളവരൊക്കെ ഉണ്ട്. സാധാരണ ചാനലുകാരുടെ ചോദ്യം ചോദിക്കാറുണ്ട്, സഖാഫി ആയാൽ സംസ്കാരം ആവശ്യമുണ്ടോ? ഞങ്ങൾക്കൊരു മറുപടി പറയാനുള്ളൂ, പഠിച്ചു വന്ന സ്ഥാപനത്തോടും സംഘടനക്കൊപ്പം നിൽക്കാനാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ അയാൾക്ക് സംസ്കാരം ആവശ്യമില്ല. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് രാജിവെച്ച് ഞങ്ങൾ പോകുന്ന പോലെ പോരാനാണെങ്കിൽ സംസ്കാരം ആവശ്യമുണ്ട്, അത് ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ എന്നെ കൊണ്ട് വല്ലാതെ ശല്യമാണ്. ഞാൻ ഏതായാലും ഈ ശല്യം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ നിർത്തിക്കാൻ തീരുമാനിച്ചാലും നിർത്തൂല. ഇവിടെ പലരും ഓരോ ദിവസം വന്ന് ഓരോ പലതും പറയും. എനിക്ക് 26 കൊല്ലമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ അറിയില്ലേ? ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട. AP ഇപ്പൊ പറയാറുണ്ടെന്ന് തോന്നുന്നു, ഉസ്താദ് നിപ്പം വിളിക്കുന്നത് ഗൾഫിൽ ഉസ്താദ് എന്ന് വിളിക്കുന്ന അർത്ഥത്തിലാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ തുറന്നു പറയുമ്പോൾ ഞങ്ങളെ പലരെയും കൊണ്ടുവന്ന് ബീഡി കച്ചവടക്കാര്, CD കച്ചവടക്കാരൊക്കെ ആക്കി മാറ്റാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനാണോ കേരളത്തിൽ CD കച്ചവടം നടത്തിയത്? എത്ര കാലമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി CD കച്ചവടം നടത്തിയത് ഒരുപാട് തെളിവുകളുണ്ട്. നമുക്ക് പേരോടിന്റെ ഒരു CD കച്ചവടം കേൾക്കാം. പേരോടൊന്ന് കച്ചവടം ചെയ്യട്ടെ. ആരാ? AP വിഭാഗം മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറി, AP വിഭാഗം SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, AP വിഭാഗത്തിന്റെ APക്ക് ശേഷമുള്ള മഹാ AP. ആ APയെ കുറിച്ച് കേട്ടോളൂ. അയാളുടെ കച്ചവടം. ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തിയ ഒരു പ്രസംഗം ഉണ്ട്. അതിൽ ഖാദിരിയ തരീഖത്തിന്റെ പേരിൽ തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകളുടെ അറിവുകേടിനെ സംബന്ധിച്ചും ഞാൻ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. 40 ഉറുപ്പിക എടുത്താൽ എല്ലാവർക്കും അതിന്റെ DVD കിട്ടും. അത് ഒരു ദിവസത്തെ പ്രസംഗമാണ്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്ക് സൂറത്തുൽ ലുഖ്മാൻ 7 ദിവസം ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്. അത് 100 രൂപ കൊടുത്താൽ 7 ദിവസത്തെ പ്രസംഗം കിട്ടും. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, CD കൊണ്ട് ആള് വരുമ്പോ ഇതിന്റെ പൈസ എത്രയെന്ന് ചോദിച്ചിട്ട് നിങ്ങളെ ശ്രദ്ധ മാറിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദേ, പൈസന്റെ ഓർമ്മ മൂപ്പര അതിനൊന്നല്ല പറഞ്ഞത്, ശിഷ്യന്മാരാ പറഞ്ഞയച്ചത്. അപ്പൊ മൂപ്പരുടെ ശിഷ്യന്മാർക്കറിയാം ഉസ്താദ്മാരുടെ സ്വഭാവം. അതുപോലെ പൈസ ഇവര് അറിയാതെ എന്തെങ്കിലും അടിച്ചു പോണ്ടാന്ന് പേടിച്ചിട്ട് ആദ്യം തന്നെ അനൗൺസ് ചെയ്താണ്, അല്ലാതെ വേറെ കാരണമൊന്നുമല്ല. ഇതാണ് ഇവരുടെ കച്ചവടം, നേതാവിന്റെ കച്ചവടം കണ്ടത്. ഇനി ഒന്നുകൂടി പറയാം, പാവപ്പെട്ട നാദാപുരത്തിന്റെ പരിസരത്ത് ഒരു പെൺകുട്ടിയെ അതിമോശമായ രൂപത്തിൽ ലൈംഗിക ചുവയിൽ മ്ലേച്ഛമായ ഭാഷയിൽ പറഞ്ഞ എന്റെ ഓഡിയോ CD കിട്ടാനുണ്ട്, അതും 10 രൂപ കൊടുത്ത് വാങ്ങണം എന്ന് പറഞ്ഞോളൂ. അതാ നല്ലത്. നിങ്ങളോടൊപ്പം നിന്ന ഒരുപാട് സഖാഫിമാർ രാജിവെച്ചിട്ടുണ്ട്. ഒരുപാട് ഭൗതികമായ ഡിഗ്രിയുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് ഈ സ്റ്റേജിൽ. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. അതിനു